ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ചെമ്മീൻ ഫ്രൈ ആണ്. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതിന്. കുട്ടികൾക്കൊക്കെ എന്തായാലും നന്നായിട്ട് ഇത് ഇഷ്ടപ്പെടും. ഇത് നമുക്ക് സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വേറെ ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ ആയാലും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ 400 ഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ വേസ്റ്റൊക്കെ വൃത്തിയാക്കി കഴുകി വെച്ചതാണ്. നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല വലിയ ചെമ്മീൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതിൻ്റെ വാല് ഒരു ഭംഗിക്ക് വേണ്ടി കളയാതെ വെച്ചാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് അതിൻ്റെ അളവ് കൂട്ടൊക്കെ ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ ഇതൊന്ന് ഇങ്ങനെ തന്നെ വെക്കാം. അപ്പോഴത്തേക്ക് അത് നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് സെറ്റാകുന്നതിന് മുന്നേ നമുക്ക് ബാക്കി കുറച്ച് ഐറ്റംസ് കൂടി റെഡിയാക്കാനുണ്ട്. അപ്പോൾ നമുക്കത് ഒന്ന് റെഡിയാക്കാം. അപ്പം നമുക്ക് ആദ്യം ഒരു ചെറിയ പാത്രത്തിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ടെടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നേരത്തെ പോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ. ഇനി ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇതിന് നമുക്ക് ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. നമുക്കൊരു മുട്ട ബീറ്റ് ചെയ്ത് വെക്കാം. ഒരെണ്ണം ഇപ്പോൾ എടുത്താൽ മതി. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വീണ്ടും ഒരെണ്ണം കൂടി എടുത്താൽ മതി. നോക്കിയിട്ട് എടുത്താൽ മതി. ഇനി വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഇത് ഞാൻ 3 ബ്രെഡ് ഒന്ന് ഗ്രൈൻഡറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. പിന്നെ നമുക്ക് ആദ്യം ഒരു ചെമ്മീൻ എടുത്ത് നമ്മുടെ പൗഡർ മിക്സിലേക്ക് ജസ്റ്റ് ഒന്ന് ചെറിയൊരു കോട്ടിങ് കൊടുത്താൽ മതി. പിന്നെ അത് നമുക്ക് മുട്ടയിലൊന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസിനും കൂടി ഇട്ട് നന്നായിട്ടൊന്നത് ബ്രെഡ് ക്രംസ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാ ചെമ്മീൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഓയിൽ ചൂടാക്കി അതിൽ ചെമ്മീൻ കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. വലിയ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ച് മീഡിയത്തിൽ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ നമുക്കിത് ഫ്രൈ ചെയ്യാം. അതാണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് പാകം. അപ്പോൾ ഈ ഒരു കളറായാലും നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. വേറെ ടിഷ്യൂ പേപ്പറിലേക്ക് നമുക്കിത് മാറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പികളുമായി വരാം. താങ്ക് യു.